ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാനാകാതെ SIT നഷ്ടമായ സ്വർണത്തിന്റെ അളവിലും അവ്യക്തത തുടരുന്നു. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈ വ്യവസായിയെ SIT ചോദ്യം ചെയ്യും. അതേസമയം സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര മാഫിയ എന്ന ആരോപണം ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. ഇതിന് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിന്റെ പിന്നിലുണ്ട്. ഇന്റർനാഷണൽ ആന്റിക്സ് ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നും ഞങ്ങൾക്കില്ല. എനിക്ക് അവരുടെ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ കണ്ടെത്തിയോ, എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ, അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, ഗുഡ് ഈവനിങ്. ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസക്കുറവൊന്നുമില്ല, അവരുടെ അന്വേഷണത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയായി ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള തൊണ്ടി മുതൽ കണ്ടെത്തണം. ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യാന്തര പുരാവസ്തു കടത്തു സംഘം, വിഗ്രഹമോഷണ സംഘം, ഇതൊക്കെ ഇതിന്റെ പിന്നിലുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം തനിക്കുണ്ട്. ചിലരെ ചോദ്യം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കും എന്നാണല്ലോ രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ടല്ലോ. സംഘം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി തൊണ്ടിമുതലുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ്. ഈ അന്വേഷണം ആരംഭിച്ചിട്ട് 2 മാസം പിന്നിടുന്നു. ഇനി അന്വേഷണ കാലാവധി പൂർത്തിയാക്കാൻ 3 ആഴ്ച മാത്രമേ സമയമുള്ളൂ. അതിനിടയിൽ ഏറ്റവും നിർണായകമായ ഈ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളത് കണ്ടെത്തണം. ഒപ്പം തന്നെ ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം അളവ് കൃത്യം എത്ര എന്നുള്ള കാര്യത്തിലും ഇനിയും വ്യക്തത വരാനുണ്ട്. പല കണക്കുകളാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉൾപ്പെടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ തൊണ്ടി മുതൽ പൂർണ്ണമായും ലഭിക്കാതെ എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്ന് കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, നിലവിൽ തിരിച്ചെടുത്തിരിക്കുന്ന സ്വർണം അത് തൊണ്ടി മുതൽ എന്ന പേരിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 109 ഗ്രാമും ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധനിൽ നിന്നും 475 ഗ്രാമും കണ്ടെടുത്തിട്ടുണ്ട്. അത് തിരികെ അന്വേഷണ സംഘം തന്നെ പിടിച്ചെടുത്തു. പക്ഷെ അതും ശബരിമലയിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ഉരുക്കിയ അതേ സ്വർണ്ണമല്ല. അതിന് പകരം അവിടെ നിന്നും ഇവർ കൈപ്പറ്റിയെന്ന് കരുതുന്നതിന്റെ അതേ അളവ് സ്വർണം അവർ കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്ക് അതുമായി ബന്ധപ്പെട്ടുമില്ല. ഒപ്പം തന്നെ ഈ തുകകളുടെ കാര്യത്തിലും ഇടപാട് നടന്നതുമായി ബന്ധപ്പെട്ട തുകകളുടെ കാര്യത്തിലും വലിയ ആശയക്കുഴപ്പമുണ്ട്. നിരവധി അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഓരോ ആഴ്ചയിലും ഓരോ അറസ്റ്റ് എന്ന നിലയിലൊക്കെ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തുകയുടെ കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. ഈ 475 ഗ്രാം സ്വർണം തനിക്ക് ലഭിച്ചിരുന്നു എന്ന് ഗോവർദ്ധനൻ പറയുകയും അതിൻ്റെ 14.97 ലക്ഷം രൂപ 2019 തന്നെ തിരിച്ചടച്ചു എന്നുള്ളതുമാണ് ഗോവർദ്ധനൻ പറയുന്നത്. ഈ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചപ്പോഴും ഇന്നും ഗോവർദ്ധന്റെ അഭിഭാഷകൻ അക്കാര്യം രേഖകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഒപ്പം 10 ലക്ഷത്തിനടുത്ത് രൂപ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ DD-കളായി ദേവസ്വത്തിന് നൽകി എന്നും ഈ രേഖകൾ പ്രകാരം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകളിലും വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ കണക്കുകളും ഒപ്പം തന്നെ തൊണ്ടിമുതലുകളും ഒക്കെ എങ്ങനെ ക്രോഡീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് വലിയ ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം നിലവിലെത്തിയിരിക്കുന്ന നിഗമനം. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ച് ഗൗരവത്തിലുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം അവസാന ആഴ്ചകളിൽ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഒപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ വ്യവസായിയെയും സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകിയ കൽപേഷ് എന്നിവരെയും ഇരുവരെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.